ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ ചാപ്റ്റർ 1 സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന ചാപ്റ്ററിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോപ്പിക്കായിട്ടുള്ള എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ആരൊക്കെയാണ്, ഇത് ഡബിൾ എൻട്രിയും സിംഗിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അസറ്റും ലയബിലിറ്റിയും എല്ലാം എഴുതി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ values of assets and liabilities are estimated on the basis of available facts, figures and physical verification. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ചെറിയ കൺസേൺസ് ഒക്കെയാണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുക. ഒരു ഡബിൾ എൻട്രി സിസ്റ്റം അവർക്ക് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എക്സ്പെൻസീവ് ആണ്, അവർക്ക് അഫോർഡബിൾ അല്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അവർ ഏതൊക്കെ ബുക്സ് മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ, ഏതൊക്കെ റെക്കോർഡ്സ് മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ളതും അതേപോലെ ക്യാഷ് ബുക്കും മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ച് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഫാക്ട്സ്, ഫിഗേഴ്സ്, അതുപോലെ ഫിസിക്കലി വെരിഫൈ ചെയ്ത് അവരെന്തൊക്കെ കണ്ടെത്തിയോ അതെല്ലാം വെച്ചുകൊണ്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടി, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടി നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സുമാണ് വരയ്ക്കുക അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഇയറിൻ്റെ തുടക്കത്തിൽ എന്താണോ ഓരോ ഐറ്റം ബാലൻസ് ഉള്ളത് അത് വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ഇയർ എൻഡിൽ ഓരോ ഐറ്റത്തിൻ്റെ ബാലൻസ് എത്രയാണോ അത് വെച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയാലും ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും എന്താണ്? എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ്, അതായത് ലയബിലിറ്റീനെക്കാളും കൂടുതൽ വരുന്ന അസറ്റ്, എക്സസ് ആയിട്ടുള്ള അസറ്റിന് ആ ബാലൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റൽ ആയിട്ട്, ഇവിടെ ബാലൻസിങ് ഫിഗറാണ് ഇവിടെ നമ്മൾ ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലും ആണ്. ഓക്കെ, ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്കും അറിയാം ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് ആണ് നമുക്കറിയാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം, അതായത് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്ത് പ്രിപ്പയർ ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്
ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ഡിഫറൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യൂസ് ഉണ്ട്. കുറേ അസറ്റ്സുകൾ ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാന്ന് വെച്ചാൽ പാർട്ട്ലി ഫ്രം ആക്ച്വൽ റെക്കോർഡ്സ്. അത് നമ്മൾ പറഞ്ഞു, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പാർട്ട്ലി നമുക്ക് ആക്ച്വൽ റെക്കോർഡിൽ നിന്ന് കിട്ടും, പാർട്ട്ലി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലായോ? പക്ഷേ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ആക്ച്വൽ റെക്കോർഡ്സ് എന്നാണ്. എല്ലാം അവിടെ ഒരു എസ്റ്റിമേഷൻ ഇല്ല, എല്ലാം നമ്മൾ ആക്ച്വൽ റെക്കോർഡ്സ് എന്നാണ് എടുത്ത് എഴുതുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ആൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം നമുക്ക് ക്യാപിറ്റൽ ബാലൻസ് അറിയാനും അതുപോലെ തന്നെ പിന്നീട് അത് വെച്ച് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുമാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഷോൺ ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിലയബിൾ. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ, റിലയബിൾ അല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. കാരണം പാർട്ട്ലി ഫ്രം ആക്ച്വൽ റെക്കോർഡ്സും പാർട്ട്ലി ഫ്രം എസംഷനുമായിട്ട് എസ്റ്റിമേറ്റ്സ് എന്നാണ് നമ്മൾ ഓരോ ഐറ്റംസും എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫുള്ളി അത് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഫിനാൻഷ്യൽ പൊസിഷൻ, അതിൽ കാണിക്കുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൂലി റിലയബിൾ ആയിരിക്കില്ല. ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ്സ് കിട്ടുന്നു എന്ന് മാത്രം, അത് ഫുള്ളി അക്യുറേറ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബാലൻസ് ഷീറ്റിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്, ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുന്നു പറയുമ്പോൾ അത് റിലയബിൾ ആണ്, ഓക്കെ, അക്യുറേറ്റ് ആണ്. It is prepared by small concerns which have very few transaction. Statement of affairs എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് ചെറിയ ചെറിയ കൺസേൺസ് ആണ്. അതായത് വളരെ കുറച്ച് ട്രാൻസാക്ഷൻ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. പക്ഷേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ബിഗ് കൺസേൺസ് ആണ്. അതായത് ഹ്യൂജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉള്ള ബിഗ് ഓർഗനൈസേഷനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. കാരണം അവരെന്തായാലും ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പ്രകാരമാണ് അവരെന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതൊന്നും അഫോർഡ് ചെയ്യാനുള്ളത്, ആർക്ക് എക്സ്പെൻസ് അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്മോൾ കൺസേൺസിന് ഉണ്ടാവില്ല. അപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സിംഗിൾ എൻട്രി ആയിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല കേട്ടോ. പക്ഷേ നിർബന്ധമല്ലെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ട്രയൽ ബാലൻസ്. പക്ഷേ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ എന്താണ്, ബിഫോർ ഇറ്റ്സ് പ്രിപ്പറേഷൻ, അതായത് ബിഫോർ ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് പ്രിപ്പയർ ചെയ്യണം, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. നമുക്കറിയാം അല്ലേ, ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ദെൻ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇനി അടുത്ത പോവാം. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്താണെന്ന് അറിയാനുള്ളൊരു അറിയണ്ടേ, ഫോമാറ്റ് അറിയണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഫോമാറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ വരും, നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് പോലെ തന്നെ, പക്ഷേ ഇതിൽ ഐറ്റംസ് നമ്മൾ എഴുതുമ്പോൾ കുറച്ച് ആക്ച്വൽ റെക്കോർഡ്സിനും കുറച്ച് നമ്മൾ എസ്റ്റിമേറ്റും ആയിട്ടാണ് എഴുതുക എന്ന് മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ അല്ലേ. വേറെയുള്ള ഐറ്റംസൊക്കെ അതേപോലെ തന്നെ ലയബിലിറ്റീസ് ആയിട്ടുള്ള ക്രെഡിറ്റ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അത് ലയബിലിറ്റി ഒക്കെയാണ് നമ്മുടെ ലയബിലിറ്റി സൈഡിൽ വരും. അസറ്റ് സൈഡിൽ അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ്, അറ്റ് ബാങ്ക്, ഡെപ്റ്റർ, ബിൽസ് റിസീവബിൾ, ക്ലോസിംഗ് സ്റ്റോക്ക്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതർ അസറ്റ്, മറ്റുള്ള അസറ്റുകൾ നമുക്കറിയാം അല്ലേ, ഏതൊക്കെയാണ് അസറ്റ് ഏതൊക്കെയാണ് ലയബിലിറ്റി എന്നുള്ളത്. അപ്പോൾ അസറ്റ് എല്ലാം അസറ്റ് സൈഡിലും ലയബിലിറ്റി എല്ലാം ലയബിലിറ്റി സൈഡിലും എഴുതി നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമ്മുടെ ക്യാപിറ്റൽ ബാലൻസ് കിട്ടുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലൂടെ. ഓക്കെ, ഇനി ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നോക്കാം.
ക്വസ്റ്റ്യൻ വായിക്കുകയാണ് ഞാൻ. A trader has not kept proper books of accounts, but from the following details you are required to ascertain profit or loss made by him during the year ended 31st December 2019 and the statement of his affairs as that date. അതായത് ഒരു ട്രേഡർ അവർ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ 31st December 2019 പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നും ആ ഡേറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫോമാറ്റ് വെച്ചുകൊണ്ട് ഇതുവരെ വെച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രോഫിറ്റ് ആൻഡ് ലോസും കാണുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് അല്ലേ. 31/12/2018 കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്, 31/12/2019 കുറച്ച് ഐറ്റംസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഈ വർഷത്തെ എന്തായിരിക്കും, ഓപ്പണിംഗ് ആയിരിക്കും. അപ്പോൾ 2018 ക്ലോസിംഗ് എന്ന് പറയുന്നത് 2019 എന്താണ്, ഓപ്പണിംഗ് ഐറ്റംസ് ആയിരിക്കും ഇതെല്ലാം. അപ്പോൾ 2019 ഓപ്പണിംഗ് ഐറ്റംസും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് വെച്ചിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റലും കാണാം, നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലും കാണാം. ഓക്കെ, അപ്പോൾ അത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ ഇയർ ദ ട്രേഡർ ഹാസ് വിഡ്രോൺ ₹2,000 per month ടു മീറ്റ് ഹിസ് ഫാമിലി ഒബ്ലിഗേഷൻ. അതായത് ഈ ട്രേഡർ അദ്ദേഹത്തിന്റെ ഫാമിലി ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പെർ മന്ത് ₹2,000 അവിടുന്ന് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ, പെർ മന്ത്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് 10% ഓൺ ആവറേജ് ബേസിസ്. ആവറേജ് ബേസിസ് ആണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവറേജ് കണ്ട് ആ എമൗണ്ടിൻ്റെ മീതെയാണ് ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫർണിച്ചറും അതുപോലെയാണ്, ആവറേജ് ബേസിസിലാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് 5%. ദെൻ ഡെപ്റ്റേഴ്സിനെ വന്നിട്ട് ഒരു ₹1000 തിരിച്ച് കിട്ടില്ല എന്നുള്ളത് കണ്ടെത്തി, റിക്കവറബിൾ അല്ല എന്ന് കണ്ടെത്തി. ദെൻ പ്രൊവിഷൻ, സൺഡ്രി ഡയറ്റേഴ്സിന് 2% പ്രൊവിഷൻ കൊടുക്കണം എന്നുള്ളതും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ സൊല്യൂഷനിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താം. അതേപോലെ ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31st 12/2018 വെച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ പറ്റും. ആ ഐറ്റംസ് എല്ലാം എടുക്കുക, ലയബിലിറ്റി എല്ലാം ലയബിലിറ്റി സൈഡിൽ എഴുതുക, അസറ്റ് എല്ലാം അസറ്റ് സൈഡിൽ എഴുതുക. ഓക്കെ, 2018 ക്ലോസിംഗ് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ 2019 ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയറിലെ ക്ലോസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഇയറിലെ ഓപ്പണിംഗ് ആയിരിക്കും ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അസറ്റും ലയബിലിറ്റീസും എല്ലാം എടുത്ത് എഴുതിയ ശേഷം ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്യാപിറ്റൽ എന്നത്. അതാണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ ക്യാപിറ്റൽ, അതാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് കിട്ടിക്കുന്ന എന്താണ് 1,53,200. അതുപോലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ അതുപോലെ കണ്ടെത്തുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31st December 2019 ക്ലോസിംഗ് ബാലൻസ്, അതായത് ആ വർഷത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ കാണണം അല്ലേ. 2019 ക്ലോസിംഗ് ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്, ആ ഐറ്റംസ് ഓരോന്ന് ആ ഐറ്റംസ് തന്നെ എടുത്ത് എഴുതുക കേട്ടോ. അസറ്റ് സൈഡിൽ അസറ്റ് ആയിട്ടുള്ള ഐറ്റംസ് എടുത്ത് എഴുതുക, ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റി ഐറ്റംസ് എടുത്ത് എഴുതുക. അതേ ഫിഗേഴ്സ് വെച്ച് എടുത്ത് എഴുതിയ ശേഷം ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ കിട്ടും ബാലൻസിങ് ഫിഗർ ആയിട്ട്. അതെന്ന് പറയുന്നത് എന്താണ്, ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, അപ്പം എന്താണ്, ആദ്യം നമ്മൾ 2018 ക്ലോസിംഗ് ഐറ്റംസ് വെച്ച് നമ്മൾ എന്ത് കണ്ടെത്തി, ഓപ്പണിംഗ് ക്യാപിറ്റൽ 2019 ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തി. അതേപോലെ തന്നെ 2019 ക്ലോസിംഗ് ഫിഗേഴ്സ് എഴുതിക്കൊണ്ട് 2019 തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇത് കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത് നമ്മുടെ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st 12/2019. ക്ലോസിംഗും ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്, ലാഭമാണോ നഷ്ടമാണോ കാണണം. ക്ലോസിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞ് നമുക്ക് അത് വെച്ചിട്ട് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എന്തിനാ പ്രിപ്പയർ ചെയ്യണത്, അത് എങ്ങനെയാണ് ഫോമാറ്റ് എന്നൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കൂടുതൽ അതിലോട്ട് ഞാൻ പോകുന്നില്ല, ആ ഫോമാറ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്ത് എഴുതും, ദെൻ അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യും.
പറഞ്ഞു 2000 രൂപയാണ് മന്ത്ലി വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം എത്ര വിഡ്രോ ചെയ്യും? 2000 × 2 24,000. ദെൻ അപ്പോൾ അതിന്ന് ദെൻ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ദെൻ അതിന് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ, മെഷീനറിക്ക് കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിംഗ് ആ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ ഓപ്പണിംഗ് എമൗണ്ടും ഉണ്ട്, ക്ലോസിംഗ് എമൗണ്ടും ഉണ്ട്. അത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 90,000 എന്ന് കിട്ടും. അതേ ഇൻറ്റു ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് 10%. ഓക്കെ, അപ്പോൾ അത് ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ് ആവറേജ് ബേസിസ് കാണുക, 9,000 എന്ന് കിട്ടി. ദെൻ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സും അതേപോലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ആവറേജ് കിട്ടും. ആ ആവറേജ് എമൗണ്ട് 5% കാണും. അപ്പോൾ 1375. ദെൻ ബാഡ് ഡെറ്റ് 1000, അത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. എങ്ങനെയാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കാണിക്കുക? ക്ലോസിംഗ് വാല്യൂ ആണ്, അതായത് നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ ബാഡ് ഡെറ്റ് കുറയ്ക്കുക, 1000 കുറയ്ക്കുക, അപ്പോൾ 39,000. അതിൻ്റെ എന്ത് കാണുക? 2%. അതാണ് നമ്മുടെ പ്രൊവിഷൻ ഫോർ ഡാറ്റ്. എപ്പോഴും നമ്മൾ എന്താണ് ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെറ്റ് കുറച്ച ശേഷമാണ് പ്രൊവിഷൻ കാണുക. അപ്പം അങ്ങനെയാണ് അവിടെ 780 വന്നത്. അപ്പോൾ മൊത്തം എക്സ്പെൻസ് കിട്ടി. അതെല്ലാം കൂടി നമ്മൾ ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും 45,495. ഇങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് കിട്ടി. ഇനി അടുത്ത ഇതെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അല്ലേ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ആ ട്രേഡറിന്റെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തു. ഇനി ആ ട്രേഡറിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ചിട്ട്. അപ്പോൾ സാധാരണ പോലെ നമ്മൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ലയബിലിറ്റി ഒക്കെ എടുത്തെഴുതുക, സൺട്രി ക്രെഡിറ്റേഴ്സ് എടുത്തെഴുതി, ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതി, അതിൻ്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കുറച്ചു, സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ചെയ്യുന്ന സെയിം അഡ്ജസ്റ്റ്മെന്റ് തന്നെ ചെയ്തു. ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതി, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, ഡ്രോയിങ്സ് കുറച്ചു. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കിട്ടി, നെറ്റ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ കിട്ടി. ദെൻ ആസറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് എടുത്തെഴുതി, ക്യാഷ് അറ്റ് ബാങ്ക് എടുത്തെഴുതി, സ്റ്റോക്ക് എഴുതി, സൺട്രി ഡെറ്റേഴ്സിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ബാഡ് ഡെറ്റ് കുറയ്ക്കുക, അതേപോലെ പ്രൊവിഷനും കുറയ്ക്കുക അല്ലേ? ബാഡ് ഡെറ്റ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 1000, പ്രൊവിഷനും കണ്ടെത്തി 780, അത് കുറച്ച് നെറ്റ് എമൗണ്ട് എഴുതുക. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കുറച്ച് എഴുതുക, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെയും ഡിപ്രീസിയേഷൻ കുറച്ച് എഴുതുക. എന്നിട്ട് 2 ഭാഗം ടാലി ആവും. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താ നമുക്ക് കിട്ടി. നമ്മുടെ ഇപ്പോഴത്തെ ലയബിലിറ്റി എത്രയുണ്ട്, അസറ്റ് എത്രയുണ്ടെന്ന് കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈസി മെത്തേഡാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലും ചെയ്യുന്നത്. മനസ്സിലായോ? പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നുമില്ല. പിന്നെയും പെർഫോം ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചെറുതായിട്ട് ആ ഇക്വേഷനിലൊരു ഇക്വേഷൻ വെച്ചിട്ടാണ്, ആ ഒരു ഫോമാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം. അടുത്തൊരു ടോപ്പിക്കാണ് കേട്ടോ. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ പ്രോഫിറ്റ് നമ്മൾ കാണുക എന്നുള്ളതാണ്. ഇത് സാധാരണ ഒരു ഫേം ആണെങ്കിലാണ് പറഞ്ഞത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ എങ്ങനെയാണ് കാണുക? അത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ, ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഗീവ്സ് കമ്പൈൻഡ് ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ്. അതായത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുമ്പോൾ ഒരു എല്ലാ പാർട്ട്നേഴ്സിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റലാണ് നമുക്ക് കാണിക്കുക. മൊത്തം അതിപ്പോൾ ABC 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 3 പാർട്ട്നേഴ്സിൻ്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ക്യാപിറ്റലാണ് കാണിക്കുക. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ ആ വർഷം മൊത്തം എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്നാണ് കാണിക്കുക. ആ പ്രോഫിറ്റ് ദെൻ എഗ്രീഡ് റേഷ്യോയിൽ, പാർട്ട്നേഴ്സിന് ഒരു റേഷ്യോ ഉണ്ടാവുമല്ലോ, ആ എഗ്രീഡ് റേഷ്യോയിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2:2:1 ആണെങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് അതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ, പക്ഷെ മൊത്തം പാർട്ട്നേഴ്സിനെയും കമ്പൈൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ അവിടെ കാണിക്കുക. അതൊന്ന് ഡിവൈഡ് ചെയ്ത് നമ്മൾ കാണിക്കണം എന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഇതന്നെയാണ് നമ്മുടെ സെയിം ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ ക്യാപിറ്റൽ എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ എന്താണ് കമ്പൈൻഡ് ക്യാപിറ്റൽ എന്നാണ് എഴുതുക. അതേപോലെ കമ്പൈൻഡ് ഡ്രോയിങ്സ് മൊത്തം പാർട്ട്നേഴ്സിൻ്റെയും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ കാണിക്കുക. അവസാനം നമ്മൾ എന്താണ് ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്ര മാത്രമേ ഉള്ളൂ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഡിസ്കസ് ചെയ്ത നമ്മുടെ ടോപ്പിക്ക് ഇത്രേ പറയാനുള്ളൂ. അതായത് എന്തൊക്കെ പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്ന് പറഞ്ഞു, അത് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ അതിൻ്റെ ഒരു ഫോമാറ്റ് നമ്മൾ നോക്കി അല്ലേ, അതുപോലെ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കി. ദെൻ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക, എങ്ങനെയാണ് അവിടെ പ്രോഫിറ്റ് കാണുക എന്നുള്ളതും ഒന്ന് മെൻഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.